السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. അംഗവൈകല്യം. ഒരു ജൂത കുടുംബം നഫീസ ബീവിയുടെ വീടിനരികിൽ താമസിച്ചിരുന്നു. അവരുടെ ഏക മകൾ അംഗവൈകല്യം ബാധിച്ച് നിശ്ചലാവസ്ഥയിലായി. ഒരു ദിവസം മാതാവ് കുട്ടിയെ നഫീസ ബീവിയുടെ വീട്ടിലാക്കി കുളിക്കാൻ പോയി. ളുഹർ നിസ്കാര സമയമായപ്പോൾ നഫീസ ബീവി വുളൂ ചെയ്ത വെള്ളത്തിൽ നിന്ന് അല്പം അപ്രതീക്ഷിതമായി കുട്ടിയുടെ ദേഹത്തേക്ക് തെറിച്ചു. അത്ഭുതം! അംഗവൈകല്യം ബാധിച്ച ആ കുട്ടി എഴുന്നേറ്റു നടന്നു. ആരാധനയിൽ മുഴുകിയ ബീവി ഇതൊന്നും അറിഞ്ഞില്ല. മാതാവ് കുളി കഴിഞ്ഞു വന്നു. കുട്ടി ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിച്ചു. സംഭവത്തിന്റെ നിജസ്ഥിതി അറിയാതെ മാതാവ് ആശ്ചര്യത്തോടെ ചോദിച്ചു, നീ ആരാണ് മോളെ? ആ കുട്ടി അവിടുന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മകൾ തന്നെയാണ് ഉമ്മ. മാതാവിന് അത്ഭുതം തോന്നി. മോളെ, നിന്റെ രോഗം മാറിയതെന്തുകൊണ്ട്? അവൾ സംഭവം വിവരിച്ചു. കഥ കേട്ട മാതാവ് പൊട്ടിക്കരഞ്ഞു. അല്ലാഹുവാണ് സത്യം, നഫീസയുടെ മതമാണ് സത്യം, നമ്മുടെ ജൂതമതം എത്ര നീചം. അവൾ പറഞ്ഞു. അവർ നഫീസ ബീവിയുടെ അടുത്തേക്ക് ഓടി. അവിടുന്ന് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു. രാത്രി ഗോത്രത്തലവനും കുട്ടിയുടെ പിതാവുമായ അബുസ്സറായ വന്നപ്പോൾ ഭാര്യ സംഭവം വിവരിച്ചു. ഉടനെ അയാൾ നഫീസ ബീവിയുടെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ട് പറഞ്ഞു, അങ്ങനോട് കരുണ കാണിക്കണം. നിഷേധത്തിലും വഴികേടിലുമായ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ശുപാർശ ചെയ്യണം. ബീവി അവരുടെ സന്മാർഗദർശനത്തിനായി പ്രാർത്ഥിച്ചു. അയാളും ഇസ്ലാം മതം സ്വീകരിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.